അങ്ങനെ വിൻഡോ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ ബാസ ആക്റ്റീവ് ആയിരുന്നില്ല. ആരും സെല് ചെയ്യാൻ നിന്നിട്ടില്ല, ആരും വാങ്ങാനും നിന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ബാസ ചെറിയൊരു എമൗണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ നീക്കോ ഗോൺസാലസ് ആണ്. നിലവിൽ താരം മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയർ ആണ്. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഈ ഒരു വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിൽ ഏകദേശം 60 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ട്രിഗറായിട്ടാണ് FC പോർട്ടോയിൽ നിന്നും മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ഡീൽ നടന്നതുകൊണ്ട് ബാസയ്ക്ക് ഏകദേശം 12 മില്യൺ യൂറോസ് ലഭിക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ 2023-24 സീസണിൽ ഈ ഒരു നീക്കോ ഗോൺസാലസ് FC പോർട്ടോയിലേക്ക് പോകുന്ന സമയത്ത് ബാസയ്ക്ക് ലഭിച്ച തുക എന്ന് പറയുന്നത് 8.5 മില്യൺ യൂറോസ് ആയിരുന്നു. ആ ഒരു ഡീലിനകത്ത് ബാസ 40 മില്യൺ യൂറോസിൻ്റെ ഫ്യൂച്ചർ സെയിലിൻ്റെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ആ ഒരു ഡീലിനകത്ത് 30 മില്യൺ യൂറോസിൻ്റെ ഒരു ബൈബാക്ക് ക്ലോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഒരു എക്സ്ട്രാ ഓഫർ ബാസ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ബാസ കരസ്ഥമാക്കിയിരിക്കുന്ന 40% റൈറ്റ്സിൻ്റെ പകുതി FC പോർട്ടോന് ആവശ്യമാണെങ്കിൽ 3 മില്യൺ യൂറോസ് നൽകിയിട്ട് അത് സ്വന്തമാക്കാമെന്നായിരുന്നു മുന്നോട്ട് വെച്ച ഓഫർ. അപ്പോൾ ആ ഒരു ഓഫർ ഈ ഒരു FC പോർട്ടോ ആക്സെപ്റ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു മാഞ്ചസ്റ്റർ സിറ്റി ഈ ഒരു വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിൽ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാൻ റെഡിയായി എന്ന് മനസ്സിലായപ്പോൾ ഈ ഒരു FC പോർട്ടോ ആ ഒരു 3 മില്യൺ യൂറോസിൻ്റെ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായി. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ബാസക്ക് ഫ്യൂച്ചർ സെയിലിൽ 20% റൈറ്റ്സ് മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു 20% റൈറ്റ്സ് ഉള്ളതുകൊണ്ട് ബാസക്ക് ആകെ 12 മില്യൺ യൂറോസ് ലഭിച്ചു. അതായത് ഓവറോൾ 23.5 മില്യൺ യൂറോസാണ് നീക്കോ ഗോൺസാലസ് ഡീലിലൂടെ ബാസക്ക് ലഭിക്കുന്നത്. അപ്പോൾ ബാസ കുറച്ചും കൂടി അവെയർ ആയിരുന്നെങ്കിൽ ബാസക്ക് ഏകദേശം 32.5 മില്യൺ യൂറോസിൻ്റെ ഒരു ഫണ്ട് ജനറേഷൻ നടത്താൻ പറ്റുമായിരുന്നു. അതാണ് ബാസ ബോട്ടിൽ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു 9 മില്യൺ യൂറോസിൻ്റെ ഒരു ലോസ് അവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്. എന്തായാലും ശരി, ഓവറോൾ നോക്കുമ്പോൾ നീക്കോ ഗോൺസാലസ് ഡീലിലൂടെ ബാസക്ക് പ്രോഫിറ്റ് തന്നെയാണ് ഉള്ളത്. പ്ലെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോഴും ഓവറോൾ ഡീൽ നോക്കുമ്പോൾ ബാസ ഒരു പ്രോഫിറ്റ് സോണിൽ തന്നെയാണ് ഉള്ളത്. ഇനി പറയാനുള്ളത് ബാസ അത്ലറ്റിക്കിൻ്റെ പുതിയ സൈനിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നിലവിൽ ഉനൈ ഹെർണാണ്ടസ് എന്ന് പറയുന്ന താരം ബാസ അത്ലറ്റിക് വിട്ടു പോയി. അപ്പോൾ ആ ഒരു താരം അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തൊരു പ്ലെയറാണ്. അപ്പോൾ ആ ഒരു പ്ലെയറിൻ്റെ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരിക്കണം. പക്ഷേ ബാസ സൈൻ ചെയ്തത് CD എൽഡൻസ് എന്ന് പറയുന്ന ക്ലബിൻ്റെ പ്ലെയർ ആയിട്ടുള്ള ഗുഡോയിനെയാണ്. അപ്പോൾ ഗുഡോയ് എന്ന് പറയുന്ന താരം ഈ ഒരു സീസണിൽ ഈ ഒരു CD എൽഡൻസിന് വേണ്ടിയിട്ട് ഒരു ഗോളോ ഒരു അസിസ്റ്റോ പോലും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതായത് കഴിഞ്ഞ 14 മാച്ചിലും ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തൊരു സ്ട്രൈക്കറാണ് ഗുഡോയ്. അപ്പോൾ ഈ ഒരു താരത്തെ എന്തിനാണ് ബാസ സൈൻ ചെയ്തത് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതായത് എന്താണ് ഒരു വൗ ഫാക്ടർ അല്ലെങ്കിൽ ഒരു പുൾ ഫാക്ടർ എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും ഈ ഒരു താരത്തെ അത്ലറ്റിക് മാഡ്രിഡൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് അവരുടെ B ടീം ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു പ്ലെയർ ആയിരുന്നു. ആ ഒരു താരത്തെയാണ് ഇപ്പോൾ ബാസ സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ബാസയിലെങ്കിലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ, തിളങ്ങട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നടക്കുകയില്ല എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. ഇനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ബാസയുടെ ഫസ്റ്റ് ടീമിൽ ചിലപ്പോൾ ചാൻസ് കിട്ടും. അപ്പോൾ ഈ താരത്തിൻ്റെ കോൺട്രാക്ട് എന്ന് പറയുന്നത് 2027 വരെയാണ്. അപ്പോൾ ഈ 21 വയസ്സുകാരൻ ആ ഒരു ടൈമിനുള്ളിൽ ട്രാക്കിലേക്ക് വരുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. ഇനി പറയാനുള്ളത് കോപ്പ ഡെൽ റേനെ കുറിച്ചാണ്. അപ്പോൾ അത്ലറ്റിക് മാഡ്രിഡ് വേഴ്സസ് ഗെറ്റാഫെ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മത്സരത്തിൽ അത്ലറ്റിക് മാഡ്രിഡ് 5-0 ഈ ഒരു ഗെറ്റാഫെനെ തോൽപ്പിക്കുന്നത്. അപ്പോൾ ഗെറ്റാഫെ അവരുടെ ആ ഒരു നോർമൽ ഫുട്ബോൾ കളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു മാർജിനിൽ തോൽക്കേണ്ടി വന്നത്. അവരുടെ ആ ഒരു നോർമൽ ഫുട്ബോളിലാണ് അവർ കളിച്ചിരുന്നെങ്കിൽ അത്ലറ്റിക് മാഡ്രിഡിന് ഈ ഒരു മാർജിനുള്ള ഒരു വിജയം കരസ്ഥമാക്കാൻ പറ്റില്ലായിരുന്നു. എന്തായാലും കൺഗ്രാറ്റ്സ് അത്ലറ്റിക് മാഡ്രിഡ്. ഇനി റയൽ മാഡ്രിഡ് വേഴ്സസ് ലെഗനസ് മാച്ച് കോപ്പ ഡെൽ റേയിൽ നടക്കാനുണ്ട്. ആ ഒരു മാച്ചിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നത് ഏറെക്കുറെ പ്രെഡിക്റ്റബിളാണ്. ഇനി എന്തെങ്കിലും ചേഞ്ച് വരുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.